സുമേഷ്, ഈ നമ്മുടെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തകളുടെ ഒരു സംഭവം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഇന്നലെ വിജയരാഘവൻ ഒരു അഭിപ്രായം പറഞ്ഞു. അതായത് ഈ വയനാട്ടിൽ രാഹുലും പ്രിയങ്കയും വിജയിച്ചത്, അവർക്ക് വോട്ട് കിട്ടിയത് മതരാഷ്ട്രവാദികളുടെ, അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെയും SDP-യുടെയും വോട്ട് കൊണ്ടാണ് അവർ ജയിച്ചത്. അവിടെ അവരെ പുറകെ നടന്നവരും മുമ്പേ നടന്നവരും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പുറകെ നടന്നവരെല്ലാം ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവരെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അവരാരൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് ആ മതവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. അപ്പോൾ ചേട്ടാ, ആദ്യം വിജയരാഘവൻ ഇതുപോലെ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഞാൻ സിനിമാ നടൻ വിജയരാഘവനാണ് ആലോചിച്ചത്. പക്ഷേ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇത്രയും മണ്ടത്തനം സിനിമാ നടൻ വിജയരാഘവൻ പറയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഈ പഴയ LDF കൺവീനറാണോ വിജയരാഘവൻ? അത് ശരി, അങ്ങനെ വേണം എന്നല്ലേ അറിയാം. പക്ഷേ മണ്ടത്തരമെന്ന് സുമേഷ് പറഞ്ഞാൽ ഞാനത് മണ്ടത്തരമെന്ന് പറയില്ല. കാരണം അത് അതിശക്തമായ ബുദ്ധിയാണത്. അതായത് കൂർമ്മ ബുദ്ധിയാണ് അതിനകത്തുള്ളത്. അതായത് ഒന്ന്, അവരോടൊപ്പം നിൽക്കുമ്പോഴൊന്നും അതെല്ലാം മതേതരത്വവാദികൾ. അവർക്ക് വോട്ട് ചെയ്താൽ അവരുടെ സ്ഥാനാർത്ഥിയാണ് വയനാട്ടിൽ ജയിച്ചിരുന്നുവെങ്കിൽ അത് CPI സ്ഥാനാർത്ഥിയാണ്, ആയിക്കോട്ടെ, നല്ല ഇടതുപക്ഷത്തിന് ജയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ടാണ് മണ്ടത്തരം എന്ന് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരിട്ട് കഴിഞ്ഞാൽ അത് ബർമുട, നമ്മൾ ഇടുന്ന വള്ളിക്കർ. ഇതാണല്ലോ അവരുടെ രീതി. അതാണ്. അതുകൊണ്ടാണ് ഞാൻ മണ്ടത്തരം. പക്ഷെ അത് മണ്ടത്തരം എന്ന് പറയാനുള്ള ഞാൻ സമ്മതിക്കാത്ത കാര്യം എന്താണെന്ന് അറിയാമോ? ഇത് ഈ ബോധപൂർവം ചെയ്തതാണ്. കാരണം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങൾ പിഴിയിട്ട് CPM-ന് സംഗതി പന്തികേടാണ്, കേരളത്തിൽ വലിയ പാടാണ്, വോട്ട് മുഴുവനും ഹിന്ദു വോട്ട് മുഴുവനും ഒലിച്ചു പോയിരിക്കുന്നു, CPM-ന് കിട്ടണം. കാരണം ഹിന്ദു നായന്മാരുടെ വോട്ടത്തിരി ഞങ്ങളുടെ കയ്യിലാണ്, ഈഴവന്മാരുടെ വോട്ടത്തിരി ഞങ്ങളുടെ കയ്യിലാണ്, പിന്നോക്കക്കാരായ ആൾക്കാരുടെ മുഴുവൻ വോട്ട് ഞങ്ങളുടെ കയ്യിലാണെന്ന് വിചാരിച്ച് ബാക്കി അവരെല്ലാം നമുക്ക് റെഡിയാണ്, നമ്മുടെ വോട്ട് ബാങ്കാണ്, അതെല്ലാം എന്ത് വന്നാലും മറ്റേ കൊടി കാണുമ്പോൾ ചിഹ്നം കാണുമ്പോൾ കുത്തുന്നവരാണ്, അതുകൊണ്ട് അവരെ നോക്കണ്ട, ഇനി മുസ്ലിം വോട്ട് കൂടെ കിട്ടിയാൽ മതി, അതിനുവേണ്ടി ഹമാസിനെ അനുകൂലിക്കും, ഹമാസ് സെമിനാർ നടത്തും, പാലസ്തീൻ അത് തന്നെ ഹമാസ് സെമിനാർ നടത്തും, എല്ലാം നടത്തും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണക്ക് തെറ്റിപ്പോയി. ആ ഒരു കണക്കൂട്ടൽ മൊത്തം തെറ്റി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തം പാളിപ്പോയി, ഹിന്ദു വോട്ട് മൊത്തം ഒലിച്ചുപോയി CPM-ൽ നിന്ന്. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായി, ഇനി നമ്മളൊരു ഹിന്ദു കാർഡ് കളിച്ചില്ലെങ്കിൽ BJP-ക്ക് വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല. BJP അല്ല ഹിന്ദുക്കളുടെ പാർട്ടി, ഞങ്ങളാണ് ഹിന്ദുക്കളുടെ പാർട്ടി എന്ന് കാണിക്കണം. അല്ല, അതിൽ വേറൊരു കാര്യമുണ്ട്. അതായത് ഇവർ ഓരോ കാലത്തിലും കയ്യിലെടുത്തത്, കാരണം പണ്ട് മര്യാദയ്ക്ക് ജോലിയും ചെയ്ത് പാടത്തും പറമ്പിലും ഒക്കെ ജോലി ചെയ്ത് ജീവിച്ചിരുന്നവരുടെ തലച്ചോറിൽ വിപ്ലവം കുത്തിവെച്ചിട്ടാണ് അവസാനം ഇപ്പോൾ എന്തായി അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ നിലനിന്നു. ഇന്ന് അവർക്ക് മനസ്സിലായി, കാര്യങ്ങളൊന്നും ഒക്കെ മനസ്സിലായി തുടങ്ങി. ഇപ്പം അതിൽ കുറേ എണ്ണം ഇപ്പോഴും അവരോടൊപ്പം തന്നെയാണ്. എന്നാൽ പോലും പിന്നെ ഇപ്പോൾ മുസ്ലിങ്ങളോടൊപ്പം നിന്നു. ആദ്യം വലിയ വർഗീയ പ്രീണനവും മുസ്ലിം പ്രീണനവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവർക്കും കാര്യം മനസ്സിലായി. അത് കാക്ക വിളിച്ച ഒരിക്കലും കൊക്കാവില്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ കളം മാറ്റി ചവിട്ടി തുടങ്ങിയത്. കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ ഹിന്ദുക്കളെന്ന് കേൾക്കുന്നതും ശബരിമല എന്ന് കേൾക്കുന്നതും ഒക്കെ ഇവർക്ക് എന്താണ് ഒരു ചതുർത്ഥിയായിരുന്നു. RSS-നെതിരായിട്ടാണെന്ന് പറയണമെങ്കിൽ RSS അല്ല, ഹിന്ദുക്കളെ കണ്ടുകൂടായിരുന്നു. ശബരിമല എന്നുകൊണ്ട് RSS-ന്റെ ക്ഷേത്രം അല്ലല്ലോ, അത് തെക്കേ ഇന്ത്യയിലെയും ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും വരുന്ന ഹിന്ദുക്കൾ വരുന്ന ക്ഷേത്രമാണ്. മാത്രമല്ല, അല്ലാത്തവരും വരുന്നുണ്ട്. വേട്ടവളിയന്മാർ വിചാരിക്കണം എന്തെന്നറിയാമോ, കുറി തൊടുന്നവനും കാവി കൊടുക്കുന്നവനും എല്ലാവരും RSS-കാരാണെന്നാണ് അവരുടെ വിചാരം. അതിപ്പോഴും ഉണ്ട് അവരുടെ. അത് അവരുടെ തലേന്ന് അത് മാറില്ല. ഇപ്പോൾ പിന്നെ സുമേഷ് അല്ലെങ്കിൽ ഞാൻ തന്നെ വെച്ചു, എനിക്ക് എൻ്റെ അനുഭവം ഉള്ളതാണ്. ഞാൻ ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ചുമതലയൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും അവിടെ ഞാൻ മുണ്ടൊക്കെ എടുത്താണ് പോകുന്നത്. ഒരു ദിവസം ഞാൻ പിന്നെ ഒരു കാവി മുണ്ടെടുത്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ സാധാരണ വെള്ള മുണ്ടെടുത്താണ് ഞാൻ അവിടെ പോകുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ഈ ഉത്സവ ചുമതലയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അന്ന് ഒരു പ്രമുഖനായ എൻ്റെ ഒരു സുഹൃത്താണ്, ഇടതുപക്ഷക്കാരനാണ്, ഒരു വലിയൊരു കവി അവിടെ വന്നിട്ട് എന്നെ കണ്ട അണ്ണ എന്നും പറഞ്ഞ് എൻ്റെ ഓടി എൻ്റെ അടുത്ത് എന്തോ ഒരു പുതിയ സംഭവം കണ്ടതുപോലെ എൻ്റെ ഓടി അടുത്ത്. ഞാൻ പറഞ്ഞു, എന്തിനാ വിശേഷം? അണ്ണാ, ഉത്സവമൊക്കെ നന്നായിരിക്കണം. മറ്റേ നിങ്ങളും മനസ്സിലായില്ലേ, നിങ്ങളും എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ ഈ കാവി മുണ്ടിൽ നോക്കിയിട്ടാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ കാവ്യ മുണ്ടെടുത്തു കഴിഞ്ഞാൽ അവൻ വലിയൊരു കവിയാണ്, നല്ലൊരു എഴുത്തുകാരനാണ്, നന്നായിട്ട് വിവരമുള്ളവരാണ്. അതാണ് പറഞ്ഞത്. ബാക്കി എന്ത് ഗുണം ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. അവനോട് സംസാരിക്കുമ്പോഴെല്ലാം അവൻ ചില കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ എനിക്ക് അവൻ്റെ വിശാല മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ അയാൾ ഉടനെ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട്, എന്നാ നിങ്ങളും എന്ന് പറഞ്ഞപ്പോൾ
മനസ്സിലായി. കാരണം ഇതങ്ങനെയാണ്. പിന്നെ കുറിയിടാൻ ഒക്കില്ല, അതായത് ചന്ദനപ്പൊട്ട് ഇടാൻ ഒക്കില്ല. സിന്ദൂരപ്പൊട്ട് പോട്ടെ, ചന്ദനപ്പൊട്ട് ഉടനെ കമ്മിയായി. ഇത് അവരുടെ ഒരു രീതി, അത് അവർക്ക് അങ്ങനെയാണ് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഒന്നും രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങളാണ് ഇനി ഞങ്ങൾ പിന്നെ കാവ്യമുണ്ടെടുക്കും, ഞങ്ങൾ ഇനി ചന്ദനക്കുറിയിടും, ഞങ്ങൾ ഇനി പിന്നെ BJP-കാർക്കൊന്നും അതിന് വിട്ടുകൊടുക്കില്ല. നാളെ വേണമെങ്കിൽ ഇനി ഈ ഭാരതം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മയാണ്, ഭാരത് മാതാ കി ജയ് എന്ന് ഞങ്ങൾ ഇനി വിളിക്കും. അത് BJP-ക്ക് ആ തരത്തിലാണ് ഇപ്പോൾ CPM-ന്റെ പോക്ക്. അതാണ് ഇപ്പോൾ ഈ വിജയരാഘവൻ ഇത് പറഞ്ഞതും മതരാഷ്ട്രവാദികൾ എന്നൊക്കെ പറഞ്ഞ് അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഗോവിന്ദൻ ഇന്ന് അതിനെ ന്യായീകരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ PK ശ്രീമതിയും ന്യായീകരിച്ചു വന്നിട്ടുണ്ട്. LDF കൺവീനർ മറ്റേ രാമകൃഷ്ണൻ അദ്ദേഹം അങ്ങനെ എല്ലാവരും, കാരണം അതൊരു പ്ലാൻഡ് ആണ്, പാർട്ടി നിലപാടാണെന്ന് പറഞ്ഞല്ലോ. പാർട്ടി നിലപാടാണ്, പാർട്ടി പ്ലാൻഡ് ആണ്. അതായത് ഒരു കമ്മി ഛർദ്ദിക്കുന്നു, മറ്റു കമ്മികൾ വാരി തിന്നുകൊണ്ട് അതേപടി ഛർദ്ദിക്കുന്നു സമൂഹ മാധ്യമത്തിൽ വരെ. അപ്പൊ ഇന്നിപ്പോ BJP രാജ്യം പോക്കാണ്. ഇന്ത്യയിൽ BJP തകർന്നു. കാരണം CPM ഈ ഒരു നിലപാടെടുത്തത് കൊണ്ടും PK ശ്രീമതിയും രാമകൃഷ്ണനും ഗോവിന്ദനും പിന്നെ വിജയരാഘവനും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടും മാത്രമല്ല നാളെ ഇനി നമ്മുടെ മുഖ്യമന്ത്രി ഏതെങ്കിലും അങ്ങനെ നിൽക്കുന്നത് കൊണ്ടും എന്തായാലും കേരളത്തിൽ BJP-യുടെ കാര്യം നമുക്കറിയാം. അതായത് ഇന്ത്യയിൽ ദേശീയ തലത്തിൽ BJP തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ കൂട്ടിക്കൊള്ളണം. അത് മാത്രമല്ല അടുത്ത പ്രധാനമന്ത്രിയായി പിണറായി സാർ വരാനും സാധ്യതയുണ്ട്. കാരണം അത് മാത്രമല്ല പിന്നെ പ്രതിരോധ മന്ത്രിയായി വിജയരാഘവൻ സഖാവോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായി ഗോവിന്ദൻ സഖാവോ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം BJP അടിപടലം മൂർധന്യാവസ്ഥയിലായി. അതായത് പിണറായി പിന്നെ നമ്മുടെ പ്രിയങ്കയെയും രാഹുലിനെയും അവര് ഹിന്ദുക്കളുടെ കൂട്ടിക്കൊണ്ടങ്ങ് ഇട്ട് കഴിഞ്ഞു. ഹിന്ദുക്കളുടെ കൂട്ടിക്കൊണ്ടിട്ട് ഹിന്ദുക്കളുടെ അകത്തായിപ്പോയി എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJP-ക്ക് ഇനിയുള്ളത് BJP പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത് CPM തകർത്തു കളഞ്ഞു. കാരണം ഇന്ത്യയിൽ മോദി ചുമ്മാ ഇവരിങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് വേറെ നമുക്ക് ഇനി BJP-ക്ക് ഇനി ഇവിടെ ഒരു രക്ഷയില്ല. നല്ലൊരു കാര്യമല്ലേ. അതായത് ഇവർ SDPI-കാരെയൊക്കെ കുറ്റം പറയും. പശുവിനെ പൂജ തുടങ്ങും, ഒരു പശുവിന്റെ പൂജ അതിപ്പോ എല്ലാതാണ് നിങ്ങൾ പറയുന്നത്. അല്ല, പശു പൂജിക്കുന്ന ഇവിടെ പല മുഖ്യമന്ത്രിമാരുടെയും പിന്നെ ഔദ്യോഗിക വസതിയിൽ ലക്ഷങ്ങൾ മുടക്കി തൊഴുത്തും പശുവിന് പാട്ട് കേൾക്കാൻ റേഡിയോ 4.5 ലക്ഷത്തിന്റെ ചാണകക്കുഴി. അപ്പോൾ ഇതൊക്കെ പാല് കുടിക്കാനാണെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം 26 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മിൽമേര കിട്ടും, 26 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മിൽമേര പാല് കിട്ടും. ജ്യോതിഷം പറഞ്ഞു കേട്ടിട്ട് ചെയ്തതാണ്. അല്ല, ഞാൻ ആരെന്നൊന്നും പറയുന്നില്ല, മനസ്സിലായോ? അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളത് ഈ കേട്ട കാര്യങ്ങൾ പറഞ്ഞിടല്ലോ. കാരണം ജ്യോതിഷം പറഞ്ഞതനുസരിച്ചിട്ടാണ് ഈ അവിടുത്തെ അനർത്ഥങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ പശു സൗകര്യം കൊടുക്കണം. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ 26 കൊടുത്തു കഴിഞ്ഞാൽ മിൽമ പാലും 27 കൊടുത്തു കഴിഞ്ഞാൽ മുരളിയ പാലും കിട്ടുന്ന ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ എന്തിനാണ് 4 ലക്ഷത്തിന്റെ ചാണകക്കുഴി, എന്തിനാണ് പശു, ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. അതൊക്കെ പോട്ടെ, അങ്ങോട്ട് നിൽക്കട്ടെ. അപ്പോൾ എന്തായിരുന്നാലും അതുപോലെ തന്നെയാണ് ഇവിടെ പല പത്തനംതിട്ട ജില്ലയിലൊക്കെ CPM SDP പിന്തുണയോടുകൂടിയാണ് പല നഗരസഭയും പഞ്ചായത്തും ഒക്കെ ഭരിക്കുന്നത്. കോങ്കട പഞ്ചായത്തും ഉണ്ട്. അപ്പോൾ അതൊന്നും അവർക്ക് വിഷയമില്ല. അതായത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ കാണ്ടാമൃഗമൊക്കെ യുവന്മാരുടെ മുമ്പിൽ നാണിച്ച് തല താഴ്ത്തും. കാരണം കാണ്ടാമൃഗത്തിനെ തോലിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടി, ജീവനുള്ളതിൽ ഏറ്റവും കൂടുതൽ കട്ടി എന്നാണ് അങ്ങനെയാണ് എൻ്റെ അറിവ്. അപ്പോൾ ആ കാണ്ടാമൃഗം പോലും അയ്യേ ഞാൻ 2ാം സ്ഥാനത്തായി പോയല്ലോ എന്ന് തോന്നും. അരണ വിചാരിക്കണം എന്താണ്, ഓന്ത് നിറം മാറുന്നൊരു ഇത്, അതുപോലെയാണ് ഓന്ത് വിചാരിക്കുക. അയ്യോ ഇതിപ്പോൾ ഞാനും 2ാം സ്ഥാനത്തായി പോയി. ആ ഒരു അവസ്ഥയാണ് ഇവന്മാരുള്ളത്. ഒരു നാണവും ഇല്ല. അറിഞ്ഞുകൊണ്ടാണെന്നേ. കാരണം അറിഞ്ഞുകൊണ്ട് ഈ തന്ത്രങ്ങളും ഈ അടവുകളും കാണിച്ചാലേ നിന്ന് പോകാൻ പറ്റൂ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കാട്ടാക്കടയിൽ സാറ് പ്രസംഗിക്കാമെന്നൊരു വേദിയിലെടുത്ത് ഉത്സവത്തിന് മൈക്ക് വെച്ചത് കൊണ്ട് ആ മൈക്കിനെ വലിച്ചഴിപ്പിച്ച അവിടെ സൂചിപ്പിച്ച കക്ഷിയാണ്. ഇന്നിപ്പോൾ വളരെ ഭക്തിയോടുകൂടി കണ്ണൂരിൽ മരണ വീട്ടിൽ ദൈവദശകം ചൊല്ലാൻ പാടില്ല എന്ന് തീട്ടൂരമിറക്കിയ പാർട്ടിയാണ്. എന്നിട്ടിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഉത്സവം നടക്കുന്ന സ്ഥലങ്ങളിലും പണ്ട് മുതലേ കാവിക്കൊടിയാണ് വരുന്നത്. അത് RSSന്റെ ആണ്, എന്തിൻ്റെ ആയാലും കാവിക്കൊടിയാണ്. ഇപ്പം കുറേ ദിവസം കൊണ്ട് ചെങ്കോണകം തുടങ്ങിയിട്ടുണ്ട്. വെള്ളക്കോണകവും ചെങ്കോണകവും പല സ്ഥലങ്ങളിലും. വെള്ളക്കോണകമാണ് കൂടുതൽ അമ്പലങ്ങളിൽ അതിലൊരു നക്ഷത്രവും കാണും. ഇങ്ങനെ അപ്പൊ ഇനി കാവിയൊക്കെ പോയി കിട്ടിയ അമ്പലങ്ങളെല്ലാം ഇനി ഈ കൊടി കിട്ടുമായിരിക്കും അല്ലേ? അല്ല, ആയിരിക്കും. അതല്ലേ പറയുന്നത്. അതായത് കാലാകാലങ്ങളായി ക്ഷേത്രങ്ങളിൽ
ക്ഷേത്രമുറ്റത്തുമൊക്കെ ശാഖ നടത്തുകയാണ്. ഇന്നത് വരെ ഒരു ശാഖ നടത്തിയ ഒരാൾ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചതോ കഞ്ചാവ് മയക്കുമരുന്ന് കഴിച്ചതോ അല്ലെങ്കിൽ അക്രമം കാണിച്ചതോ ഒന്നും നമുക്കറിയില്ല. അക്രമം കാണിച്ചത് അടിച്ചപ്പോൾ തിരിച്ചടിച്ചാണ് അവർ. അല്ലാതെ അവർ ഒരു മോശപ്പെട്ട പ്രവൃത്തിയിലോട്ട് ശാഖയിൽ പോകുന്നവരാരും ജനങ്ങളെയൊന്നും ബുദ്ധിമുട്ടിച്ചതായിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇവർ പറയുന്നതാണ് അവിടെ ആയുധ പരിശീലനം നടത്തുന്നു എന്നും പറഞ്ഞിട്ട് വലിയൊരു ഇത് കൊണ്ടുവന്നു. അത് നടക്കട്ടെ. എന്തായാലും ഈ ചുവന്ന കൊടി നരയ്ക്കുമ്പോൾ ഏത് നിറമായിട്ട് മാറും? ഏത് നിറമായിട്ട് മാറും? കാവിയായിട്ട് മാറും. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് നരച്ചു കഴിഞ്ഞു. ഞാൻ എന്തായാലും വിടും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ രാജ്യം വിടും. കാരണം അടുത്ത തവണയും നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട BJP സർക്കാർ കേന്ദ്രത്തിൽ വരുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ രാമകൃഷ്ണനും ശ്രീമതിയും ഗോവിന്ദനും വിജയരാഘവനും ഒക്കെ ചേർന്ന് ഇത്തരമൊരു തീരുമാനമെടുത്തപ്പോൾ അവിടെ BJP ഇല്ല. BJP നശിച്ചു എന്ന് തകർന്നു. കൊല്ല CPM-ന് പോകില്ലേ? എല്ലാ CPM-ന് പോകുമെന്ന് മാത്രമല്ല അടുത്ത തവണ കേന്ദ്രത്തിൽ CPM അധികാരത്തിൽ വരികയും ചെയ്യും എന്നുള്ള കാര്യം. ഹിന്ദു വോട്ട് മുഴുവൻ. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ വല്ല ഡെൻമാർക്കിലോ അങ്ങോട്ട് അങ്ങനെ പോകും. അല്ല, നല്ല നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു പാർട്ടി രാജ്യം ഭരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമല്ലേ? പിന്നെ കേരളത്തിൽ നിന്നുള്ളൊരു പാർട്ടി അതല്ലേ, വേറെ ഇടത്തും ഇല്ലല്ലോ. ഇപ്പൊ കേരളത്തിലല്ലേ ഉള്ളു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് പാർട്ടി ഒറ്റ ആഗ്രഹമുള്ളൂ, പ്രധാനമന്ത്രി പിണറായി വിജയൻ എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിജയരാഘവൻ, വിജയരാഘവൻ, കേന്ദ്ര പ്രതിരോധ മന്ത്രി MP ഗോവിന്ദൻ. കേൾക്കാൻ തന്നെ എന്തൊരു ഇമ്പോർട്ടൻ്റ്. കുറെ വാഹനങ്ങൾ പോകണ്ടേ? നീയൊക്കെ എന്തിനു കാറും എടുത്തോണ്ട് ഇറങ്ങിയെന്ന് ചോദിക്കൂലേ ഇനിയിപ്പം? അങ്ങനെ മറ്റേ കാർ ഉരുട്ടി ഈ പൊല്യൂഷൻ നിറഞ്ഞ അവിടെ തെറ്റി. അതായത് ഇവിടെയാണ് കിയ കാർണിവലും ഇന്നോവ ക്രിസ്റ്റയൊക്ക. അങ്ങോട്ട് ചെല്ലുമ്പോൾ മാറും, ലെവല് മാറും. മനസ്സിലായ? അവിടെ മോദിജി എന്തായാലും പ്രധാനമന്ത്രിക്കൊക്കെ ഇതാണോ? അതുപോലെ അതൊക്കെ ലെവല് മാറും. നിങ്ങൾ നോക്കിക്കോ. അങ്ങനെ ഞാൻ എന്തായാലും പാർട്ടി പറഞ്ഞിട്ടെ. ഇനിയിപ്പോ ഞാൻ നാണക്കെടും നോക്കിയിട്ടില്ല. നാണം കിട്ടാലും കുഴപ്പമില്ല. ഞാൻ രാജ്യം ഭരിക്കുന്ന പാർട്ടി CPM അങ്ങോട്ട് പറയണം. ഞാൻ നാണം കിട്ടാലും കുഴപ്പമില്ല, ഞാൻ പോകും. അല്ല, പേര് CPM തന്നെ കാണുമോ അതോ വേറെ? കാരണം എന്തായാലും ഈ ചുവന്ന കൂടി നരച്ച് കാവ്യാവുന്നത് പോലെ പേരിൽ മാറ്റം വരുമെന്നാണ്. അല്ല, പേരിന് ചിലപ്പോൾ മാറ്റം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അരിവാള് മാറ്റിയിട്ട് ചിലപ്പോൾ അവിടെ ഇനിയിപ്പോൾ വല്ല നാറ്റപ്പൂച്ചയുടെ ചെമ്പരത്തി പോകെ വെച്ചാൽ, കാരണം ഇത് താമരയല്ലേ. അപ്പോൾ അരിവാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിംസയുടെ, ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ തൊഴിലാളികളുടെ അടയാളമാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇത് ഹിംസയുടെ ഇതാണ്. ഈ പിന്നെ എന്താണ് ഇത്, അതുകൊണ്ട് ചിലപ്പോൾ ഇനി വല്ല ചെമ്പരത്തി പൂ അങ്ങനെ വെച്ചാലായി. അതാണ് പറ്റിയത്. കേരളത്തിൽ നിന്നുള്ള അതെ ഒരു ബുദ്ധിയുണ്ട്. ചെമ്പരത്തി വരിക്കും നല്ലത്. അതെ, അത്യാവശ്യം തലയിൽ വെക്കുകയും ചെയ്യാം. അതെ, ചെവിയിൽ. അപ്പൊ എന്തായാലും വീണ്ടും കാണാം നാളെ.